പിതാവും പുത്രനും പരിശുദ്ധരുമായുമാവുന്ന സർവശക്തിയുള്ള ദൈവത്തിൻ്റെ അത്യുന്നതനാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാലും കരുണയാലും ഓരോ ദിവസവും നമ്മളെ പുലർത്തുകയും ആ ദിവസത്തിന് അന്നേരത്തേക്ക് ആവശ്യമായുള്ളതെല്ലാം പകർന്നു തരികയും ചെയ്യുന്ന സർവശക്തൻ്റെ തൃപാദത്തിങ്കൽ എല്ലാ നന്ദിയും സ്തോത്രവും അർപ്പിച്ചുകൊണ്ട് തുടർന്നുള്ള ഓരോ ദിവസങ്ങൾക്കായും മുമ്പോട്ടുള്ള വഴികളിലെല്ലാം അവിടുത്തെ ദിവ്യപ്രകാശം അത്ഭുത പ്രകാശം നമ്മൾ വഴി നടത്തേണ്ടതിനായും ആ അനുഗ്രഹത്തിൽ നമ്മൾ ജീവിക്കേണ്ടതിനുമായുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ദിവസം നമ്മളെ തന്നെ അർപ്പണം ചെയ്യാം. അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനയും ആ പ്രത്യാശയും എല്ലാം അടങ്ങിയ ഒരു സ്തോത്രഗീതമാണ് 67-ാമത്തെ സങ്കീർത്തനം. വളരെ ചെറുതാണ്, 7 വാക്യങ്ങൾ മാത്രമുള്ള ഈ സങ്കീർത്തനത്തിൽ പ്രത്യേകിച്ച് ശീർഷകമൊന്നുമില്ല. തന്ത്രനാദത്തോടെ ഒരു സങ്കീർത്തനം, ഒരു ഗീതം എന്ന് മാത്രമേ അത് ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടുള്ളൂ. തുടങ്ങുന്നത് തന്നെ ദൈവം നമ്മോട് കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ, അവൻ തൻ്റെ മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുമാറാകട്ടെ എന്ന് ഉള്ള പ്രാർത്ഥനയോടെയാണ്. ദൈവം നമ്മെ തൻ്റെ കൃപ 51-ാം സങ്കീർത്തനം, അങ്ങനെ ചില സങ്കീർത്തനങ്ങൾ ദൈവകൃപയെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നുണ്ട്. ദൈവമേ നിൻ്റെ കൃപയും പ്രകാരം കൃപയ്ക്കൊത്തവണ്ണം എന്നോട് കരുണ ചെയ്യണമേ എന്ന്. ഇവിടെ പറയുന്നത് ദൈവം നമ്മോട് കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കോൺവെർസേഷൻ ബിറ്റ്വീൻ അതേഴ്സ്. ദൈവത്തെ സാക്ഷി നിർത്തി ദൈവിക കാര്യങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുകയാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ, അവൻ തൻ്റെ മുഖത്ത് നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുമാറാകട്ടെ. ഇത് പഴയ നിയമം നമ്മൾ വായിച്ചിട്ടുള്ള ഈ ആരോനിക് വാഴ്വ് അല്ലെങ്കിൽ ബ്ലെസ്സിങ്സ്. അഹരോനോട് ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിച്ച് പറയേണ്ടത് എന്തെന്ന് പറഞ്ഞ ഒരു കാര്യം വായിച്ചിട്ടുള്ളവർക്ക് അതിനെക്കുറിച്ച് അറിയാവുന്നവർക്ക് പ്രത്യേകം ഈ വാക്കുകൾ ഓർമ്മ വരും. സംഖ്യാപുസ്തകം 6-ാമത്തെ അധ്യായം 24, 25, 26 വാക്യങ്ങളിലാണ് നമ്മൾ കാണുന്നത്. യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ, യഹോവ തിരുമുഖം നിൻ്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ, യഹോവ തിരുമുഖം നിൻ്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഇങ്ങനെ അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എൻ്റെ നാമം വയ്ക്കണം, ഞാൻ അവരെ അനുഗ്രഹിക്കും. ഈ അഹരോന് അവരോട് പൗരോഹിത്യത്തോട് ഇസ്രായേൽ ജനത്തെ ഈ വാക്കുകൾ ചൊല്ലി അനുഗ്രഹിക്കണം. അതിനകത്ത് യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ, പ്രൊട്ടക്ഷൻ. 2, യഹോവ തിരുമുഖം നിന്നെ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ, ഗ്രേഷ്യസ്. യഹോവ തിരുമുഖം നിൻ്റെ മേൽ ഉയർത്തി എനിക്ക് സമാധാനം നൽകുമാറാകട്ടെ, പീസ്. അനുഗ്രഹവും സംരക്ഷണവും അല്ലെങ്കിൽ കൃപയും സമാധാനവും. കൃപയും സമാധാനവും ഇതിനോട് സാമ്യപ്പെടുത്തി തന്നെ നമ്മൾ പൗലോസ്ലീഹയുടെ ലേഖനങ്ങളെല്ലാം എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലെല്ലാത്തിൻ്റെയും ആരംഭവും അവസാനവും പലതിലും ഈ കൃപയും സമാധാനവുമാണ് ചേർത്ത് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഉദാഹരണത്തിന് റോമർ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുക, നമ്മുടെ പിതാവായ ദൈവത്തെങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. 1 കൊരിന്ത്യർ 1-ാമത്തെ അധ്യായം ഇതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, നമ്മുടെ പിതാവായ ദൈവത്തെങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. തുടർന്നുള്ള സങ്കീർത്തന ലേഖനങ്ങളിലെല്ലാം ഈ ഒരു അനുഭവം, ഈ ഒരു ബ്ലെസ്സിങ്, ഈ ഒരു വാഴ്ത്തൽ, ഈ ഒരു പൗലോസ് അപ്പോസ്തലൻ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ മിക്കതിലും തീരുമ്പോഴും കൃപ നിങ്ങളോടുകൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞു ആശീർവാദത്തോടുകൂടി അവസാനിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ കൃപയും സമാധാനവും ചേർന്ന് പോകുന്നതാണ് നമുക്ക് കാണാൻ പറ്റും. ദൈവകൃപയുണ്ടെങ്കിൽ അവിടെ സമാധാനമുണ്ട്. ദൈവകൃപ അതാണ് നമുക്ക് സമാധാനത്തിന് അടിസ്ഥാനമെന്ന് പറയുന്നത്. ഇങ്ങനെ ആശീർവദിച്ചിട്ട് പിന്നീട് പറയുന്ന 2-ാമത്തെ വാക്യത്തിൽ, നിൻ്റെ വഴി ഭൂമിയിലും നിൻ്റെ രക്ഷ സകല ജാതികളുടെ ഇടയിലും അറിയേണ്ടതിന് തന്നെ. എന്തിനാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്? നമ്മളിൽ കൂടെ മറ്റുള്ളവരിൽ ദൈവത്തിൻ്റെ വഴിയും ദൈവത്തിൻ്റെ രക്ഷയും അറിയേണ്ടതിനാണെന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ വഴി. ഇപ്പോൾ ചിലർ പറയും
ഒരു വ്യക്തിയെ അനുഗമിച്ചാൽ ആ വ്യക്തി പോകുന്ന ഇടത്തേക്കുള്ള വഴി അറിയാനായിട്ട് പറ്റും അല്ലേ. ഒരു വ്യക്തി പോകുന്ന ഇപ്പോൾ പറയും എൻ്റെ കൂടെ വന്നാൽ ഞാൻ അങ്ങോട്ട് തന്നെയാണ് പോകുന്നതെന്ന് പറയും. ചിലരോട് നമ്മളൊരു കാര്യം ചോദിക്കുക എങ്ങോട്ടുള്ള വഴി ഏതാ, അപ്പോൾ ചിലർ പറയും നിങ്ങൾ എൻ്റെ കൂടെ വന്ന് ഞാൻ അങ്ങോട്ട് തന്നെയാണ് പോകുന്നതെന്ന് പറയും. അപ്പോൾ ദൈവത്തിങ്കിലേക്ക് അടുക്കുവാൻ ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവന് ദൈവത്തിങ്കിലേക്കുള്ള വഴിയായി നമ്മൾ മാറണം. യേശുക്രിസ്തു വഴിയാണ്. ആ യേശുക്രിസ്തു ആകുന്ന വഴി കൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ വഴികളും യേശുവിലേക്കുള്ള വഴികളായിട്ട് മാറുകയാണ്. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ അനുകാരികളാകുകയും. ധൈര്യത്തോടെ പറയുക, കാരണം പൗലോസ് അപ്പോസ്തലന് ഉറപ്പാണ് ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയാണെന്ന്, ഫോളോവർ ഓഫ് ജീസസ്. അപ്പോൾ അങ്ങനെ നമ്മളെ അനുധാവനം ചെയ്താൽ ഇവിടെ ദൈവരാജ്യത്തിൽ എത്തിച്ചേരുമെന്നുള്ളൊരു ഉറപ്പ് നമ്മളിൽ കൂടിയാണ്. രക്ഷ എന്നാണ് രക്ഷ എന്നത് വേർതിരിച്ചറിയാനായിട്ട് സാധിക്കണം മറ്റുള്ളവർക്ക്. ഇനി ദൈവമേ, ജാതികൾ നിന്നെ സ്തുതിക്കും, സകല ജാതികളും നിന്നെ സ്തുതിക്കും. ജാതികൾ സന്തോഷിച്ച് ഘോഷിച്ചുല്ലസിക്കും. നീ വംശങ്ങളെ നേരോടെ വിധിച്ച് ഭൂമിയുടെ ജാതികളെ ഭരിക്കുന്നുവല്ലോ. അവിടെ ഒരു മ്യൂസിക് നോട്ട് അവസാനമായി 2 മ്യൂസിക് നോട്ട് അവിടെ കാണുന്നുണ്ട്. ഒന്നാം അധ്യായത്തിൽ 1-ാം വാക്യത്തിലും 4-ാമത്തെ വാക്യത്തിലും. ജാതികളെന്ന് പറയുമ്പോൾ നേഷൻസ് എന്നാണ് പറയുന്നത്. നമ്മൾ ഈ പറയുന്ന ജാതി നോക്കുന്ന അങ്ങനത്തെ ഇതല്ലേ പറയുന്നത്, നേഷൻസ്, ഓരോ ദേശങ്ങൾ, അതാണ് നേഷൻസ്, ജാതികളെന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദൈവമേ, ജാതികൾ നിന്നെ സ്തുതിക്കും, സകല ജാതികളും നിന്നെ സ്തുതിക്കും എന്നൊക്കെ പറയുമ്പോൾ സകല നേഷൻസ് ആണെന്നാണ് അവിടെ പറയുന്നത്. സകല ജാതികളും നിന്നെ സ്തുതിക്കും, ജാതികൾ സന്തോഷിച്ച് ഘോഷിച്ചുല്ലസിക്കും. നീ വംശങ്ങളെ നേരോടെ വിധിച്ച് ഭൂമിയുടെ ജാതികളെ ഭരിക്കുന്നുവല്ലോ. അതിന്ന് സത്യമായില്ലേ? സുവിശേഷം എല്ലായിടത്തും എത്തിപ്പെട്ടു. ജാതികളെല്ലാം ദൈവത്തെ സ്തുതിക്കുക. സകല ജാതികളും, ഗോത്രത്തിലും ഭാഷത്തിലും വംശത്തിലും നിന്നുള്ളവർ എണ്ണിക്കൂടാത്തൊരു മഹാപുരുഷാരം വെള്ളം നിലയെങ്കിൽ ധരിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നത് കാഴ്ച നമ്മൾ കാണുന്നുണ്ട് വെളിപ്പാട് പുസ്തകത്തിലൊക്കെ. അപ്പോൾ അത് ഈ എണ്ണിക്കൂടാത്തൊരു മഹാപുരുഷാരം, എല്ലാ ജാതിയിലും ഭാഷയിലും ഗോത്രത്തിലും വംശത്തിലും എല്ലാമുള്ള ജനങ്ങളാണ് അവിടെ കാണുന്നത്. ഈ പ്രാർത്ഥനകളെല്ലാം യാഥാർത്ഥമാണ്. പക്ഷെ അന്ന് ഇസ്രായേൽ ജനത്തിന് മാത്രമായിരുന്നു ഈ സത്യങ്ങൾ റിവീൽ ചെയ്ത് കിട്ടിയിരുന്നത്. അത് മറ്റുള്ളവരിലേക്ക് പകർത്തിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ സുവിശേഷം എല്ലായിടത്തേക്കും പകരുന്നു. ഇനി 5-ാമത്തെ വാക്യത്തിൽ ദൈവമേ, ജാതികൾ നിന്നെ സ്തുതിക്കും, സകല ജാതികളും നിന്നെ സ്തുതിക്കും. ഭൂമി അതിൻ്റെ അനുഭവം തന്നിരിക്കുന്നു. നമ്മുടെ ദൈവം തന്നെ നമ്മെ അനുഗ്രഹിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഭൂമിയുടെ അറുതികളൊക്കെയും അവനെ ഭയപ്പെടും. ദൈവമേ, ജാതികൾ നിന്നെ സ്തുതിക്കും, സകല ജാതികളും നിന്നെ സ്തുതിക്കും. ഭൂമി അതിൻ്റെ അനുഭവം തന്നിരിക്കുന്നു. നമ്മുടെ ദൈവം തന്നെ നമ്മെ അനുഗ്രഹിക്കും. ഇവിടെ പറയുന്നത് ഭൂമി അതിൻ്റെ അനുഭവം തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഭൂമി, നമ്മൾ ഈ കഴിഞ്ഞ സങ്കീർത്തനത്തിൽ ഒരു 65-ാമത്തെ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, മഴയാൽ നീ അതിനെ കുതിർക്കുന്നു, അതിലെ മുളയെ നീ അനുഗ്രഹിക്കുന്നു. നീ സംവത്സരത്തെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു. നിൻ്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു. മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പുഷ്ടി പൊഴിക്കുന്നു. കുന്നുകൾ ഉല്ലാസം ധരിക്കുന്നു. മേച്ചിൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു. അവ ആർക്കുകയും പാടുകയും ചെയ്യുന്നു. ശരിക്കും ഇന്ന് ഇസ്രായേലിൽ ഇസ്രായേൽ എന്ന് പറയുന്ന കൊച്ചു ദേശം, കേരളത്തിലെ ഒരു വലിയ ജില്ലയുടെ അത്ര മാത്രമേ വിസ്തൃതിയുള്ളതായ ഈ ഇസ്രായേൽ എന്ന് പറയുന്നത് ചുറ്റും അറബ് രാഷ്ട്രങ്ങളുടെ മധ്യത്തിൽ ഒറ്റയ്ക്കൊരു രാജ്യമായി ദൈവജനമെന്ന സവിശേഷതയോടെ നിലനിൽക്കുകയാണെന്നത്. ആ ഉയരത്തിൽ കൂടെ പറക്കുമ്പോൾ ഒരു വ്യക്തിയോട് പറയുകയാണ്, ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ഈ ദേശം കാണാം, വ്യത്യസ്തമായിട്ട് കാണാം. മരുഭൂമിയിൽ എവിടെയാണ് പച്ചപ്പ്, എന്നാൽ മുകളിൽ നോക്കുന്ന ആർക്കും താഴത്ത് ഒരു ദേശം മാത്രം ഇങ്ങനെ പുഷ്ടി കൊണ്ട് ഇങ്ങനെ വിളങ്ങി നിൽക്കുന്നത് കാണാം. ഇത്ര ചെറിയ രാഷ്ട്രമാണെങ്കിലും ചെറിയ ദേശമാണെങ്കിലും ലോകത്തിനാവശ്യമായ പൂക്കളെല്ലാം അത്യധികം ഉൽപ്പാദിപ്പിക്കുകയാണത്. പൂക്കൾ മാത്രമല്ല, എന്തെല്ലാമാണ് മനുഷ്യ സമൂഹത്തിന് അനുഗ്രഹമായിരിക്കുന്നതെല്ലാം അവിടെ നിന്ന് പ്രൊഡക്റ്റ് ചെയ്യാം. മരുന്നുകൾ എല്ലാം, ഓരോ നവീനമായ കണ്ടുപിടുത്തങ്ങൾ, പുതിയ ഇന്നത്തെ സോഷ്യൽ മീഡിയാസിലെ പലതും, എല്ലാത്തിൻ്റെയും കണ്ടുപിടുത്തങ്ങളും ദാനങ്ങളും യഹൂദിൻ്റെയാണ്, ഇസ്രായേൽ. അപ്പോൾ ദൈവം അനുഗ്രഹിച്ച ഒരു തലമുറയായിട്ട് ഇസ്രായേലിനെ കുറിച്ച് മാത്രം പഠിച്ചാൽ അവർ ദൈവത്തെ കണ്ടെത്താമെന്നാണ് പറയുന്നത്. കാരണം ആ ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ് ഓരോന്നും സംഭവിക്കുമ്പോൾ ദൈവത്തിൻ്റെ കയ്യൊപ്പുണ്ട് അതിനകത്ത്. അപ്പോൾ അതിങ്ങനെ സവിശേഷമായി തിളങ്ങി നിൽക്കുകയാണ്. അതിൻ്റെ ആ പുഷ്ടി, അവർ കുറഞ്ഞ ഇറിഗേഷൻ, അതായത് ഈ ലിക്വിഡ് ഇതിലുള്ള
ഡ്രോപ്പിംഗ് സിസ്റ്റം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കൃഷി രീതിയെല്ലാം വികസിപ്പിച്ചെടുത്ത് ലോകത്തിന് തന്നെ മാതൃകയാകുകയാണ്. ആ മരുഭൂമിയെ മലർവാടിയാക്കി തീർത്തതായവർ. അവർ വന്നവിടെ പാർക്കുന്നതിന് മുമ്പ് അത് വെറും ശൂന്യമായിരുന്നു. കുറുനരികൾ ഓളിയിട്ട ദേശമെന്ന് പറയും. വെറും മരുപ്രദേശമായിരുന്നു, വരണ്ട നിലമായിരുന്നു, ഉണങ്ങിയ നിലമായിരുന്നു. എന്നാൽ അവരതിനെ മരുപ്പച്ചയാക്കി മാറ്റി. അതിന് ദൈവത്തിൻ്റെ കൃപയാണ് അവർക്ക് ധാരാളമായിട്ടുള്ളത്. ഇപ്പോൾ ഭൂമി അതിൻ്റെ അനുഭവം തന്നിരിക്കുന്നു. നമ്മുടെ ദൈവം തന്നെ നമ്മെ അനുഗ്രഹിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഭൂമിയുടെ അറുതികളൊക്കെയും അവനെ ഭയപ്പെടും. അത് കാണുമ്പോഴാണ് മറ്റുള്ളവർ പലരും നാശകരമായി കുഴിയിൽ നിന്ന് കുഴഞ്ഞേറ്റുന്ന അവൻ കയറ്റി എൻ്റെ കാലുകളെ പാറമേ നിർത്തി എൻ്റെ നാവിൽ പുതിയൊരു പാട്ട് തന്നു, നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ എന്ന് പറഞ്ഞിട്ട് സങ്കീർത്തനക്കാരൻ 40 പറയുകയാണ്. പലരും അതുകൊണ്ട് ഭയപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുമെന്നാണ്. അപ്പോൾ നമ്മുടെ ജീവിതം തന്നെ ഒരു സാക്ഷ്യമായിട്ട് മാറുന്ന അനുഭവമായിട്ട് അവിടെ മാറുകയാണ്. ഇവിടെ തുടർന്ന് 6ാമത്തെ വാക്യത്തിൽ നമ്മുടെ ദൈവം തന്നെ നമ്മെ അനുഗ്രഹിക്കും. പലരും തന്നെ ശപിക്കുന്നവരായിട്ട് മാറുന്നുണ്ട്. നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നെഗറ്റീവ് വാക്കുകൾ തന്നെക്കുറിച്ച് തന്നെ പറയും. എനിക്ക് കഴിവില്ല, എനിക്കത് പറ്റത്തില്ല, എനിക്കങ്ങനെയാണ്, എനിക്കിതാണ്, എനിക്കെന്തെങ്ങനെ, അയ്യോ പത്തോന്ന് പറഞ്ഞിങ്ങനെ. എന്നാൽ ഇതുപോലെ ദൈവം എന്നെ അനുഗ്രഹിക്കും, ദൈവം എന്നോട് കൂടെ ഇരിക്കും. അങ്ങനെ പ്രത്യാശയുടെ വാക്കുകൾ പറയുമ്പോൾ തന്നെ അവിടെ ഒരു പോസിറ്റീവ്, അവിടെ ദൈവിക കൃപ വ്യാപരിക്കുകയാണ്. അത് ബലമായി നമ്മൾ മാറുകയാണ്. ഇപ്പം നമ്മൾ പറയുകയാണ്, ശരീരം ക്ഷീണിച്ചാലും മനസ്സ് തളർന്നില്ലെങ്കിൽ തളർന്ന ശരീരത്തെയും ഉയർത്തുവാൻ ബലമുള്ള മനസ്സിനൊക്കെ കഴിയുമെന്ന് പറയും. അപ്പോൾ കുഴഞ്ഞ മുഴങ്കാലുകളെ നിവർത്തിയുവാൻ എന്ന എബ്രായ ലേഖനത്തിൽ വാക്കുമുണ്ട്. കുഴഞ്ഞ മുഴങ്കാലുകളെല്ലാം നിവർത്തണമെന്ന്, തളർന്നു പോയതിനെയൊക്കെ നമ്മൾ പുനരുജ്ജീവിപ്പിക്കണമെന്ന്. അങ്ങനെ ദൈവത്തിൻ്റെ കൃപയാണ്. ഇവിടെ സംഗീതജ്ഞൻ പറയാണ്, നമ്മുടെ ദൈവം തന്നെ നമ്മെ അനുഗ്രഹിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കും. യെസ്, ഷുവർലി ദൈവം എന്നെ അനുഗ്രഹിക്കും. ഭൂമിയുടെ അറുതികളൊക്കെയും അവനെ ഭയപ്പെടും. ദൈവത്തിൻ്റെ ഫിയർ, ദൈവത്തിൻ്റെ നന്മ അവർ കാണും. ഈ ഒരു അനുഗ്രഹം നമുക്ക് എല്ലാറ്റിലും ഉണ്ടായിരിക്കണം. അതിന് ദൈവത്തിൻ്റെ വചനമെല്ലാം നമുക്ക് ധ്യാനിക്കാൻ സാധിക്കണം. വാക്യങ്ങൾ ഉരുവിടുക. വചനത്തിന് ശക്തിയുണ്ടെന്ന് പറയും. എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിൻ്റെ കൂടാരത്തിന് തട്ടുകയില്ല. യഹോവയുടെ അങ്ങനെ ഓരോ വാക്യങ്ങൾ എടുത്തിട്ട് നമ്മളത് എപ്പോഴും അത് മെമ്മറൈസ് ചെയ്യുകയും അത് പറയുകയും ചെയ്യണം. വാക്കുകൾ പറയുമ്പോൾ, കാരണം തൻ്റെ വചനത്താൽ സകലത്തെയും ദൈവം ഉളവാക്കി. ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു, അവയുണ്ടായി. വചനത്താൽ. അപ്പോൾ വേർഡ് ഈസ് പവർ എന്ന് പറയുന്നതാണ്. നാവിൻ്റെ അധികാരത്താൽ ജീവനും മരണവും ഉണ്ടെന്ന് പറയും. അപ്പോൾ നമ്മൾ ജീവിപ്പിക്കുന്നതായ പ്രത്യാശയുടെ വാക്കുകൾ പറയുമ്പോൾ അവിടെ ജീവൻ, ദൈവിക ജീവൻ അതിൽ ഉൾപ്രവേശിച്ച് അതേ വചനത്തിൽ കൂടെയുള്ള അർത്ഥവും ആന്തരിക സത്യങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് അത് പകർന്നു തരും. അതുകൊണ്ട് നമുക്കത് ബൈഹാർട്ടാക്കുവാൻ നമ്മുടെ ഹൃദയത്തിൽ അത് നിൻ്റെ ഹൃദയത്തിൽ നിന്ന് സൂക്ഷിച്ചു വെക്കുക. അവ ജീവനാണെന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ വചനം അത് ദീർഘായുസാണെന്നാണ് പറയുന്നത്. റെമഡിയാണ്, അതൊരു മെഡിസിനൽ പവറാണെന്നാണ് പറയുന്നത്. അത് നമ്മുടെ അസ്ഥികൾക്ക് ബലമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ദൈവവചനം നമുക്ക് ഹൃദ്യസ്ഥമാക്കാൻ നമ്മുടെ ചിന്തയിലും ബുദ്ധിയിലും എല്ലാം ദൈവവചനം കൊണ്ട് നിറയ്ക്കാം. നമ്മുടെ ഹൃദയം ശുഭവചനത്താൽ നിറഞ്ഞു കവിയുണ്ടാക്കൊണ്ട് നമ്മളെ തന്നെ അർപ്പണം ചെയ്യണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏതൊരു പ്രതിസന്ധിയിലും നമുക്ക് പ്രത്യാശയുടെ മനോഹരമായ അനുഗ്രഹത്തിൻ്റെ ആശ്വസ്തകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക തന്നെയും. പ്രതികൂലങ്ങളെല്ലാം നന്മയായിട്ട് മാറും അല്ലേ. മഴക്കാലമുണ്ട്, പക്ഷെ മഴക്കാലമാണ് വേനൽക്കാലത്തിലെ കൃഷിക്കെല്ലാം ആവശ്യമായിരിക്കുന്ന വെള്ളമെല്ലാം ശേഖരിച്ചു വെക്കുവാനുള്ള കാലമെന്ന് പറയുന്നത്. ജീവിതത്തിലെ എല്ലാ കാലങ്ങളും മറ്റൊന്നിനോട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഒരു കാലം മറ്റൊരു കാലത്തിനുള്ള അനുഗ്രഹമാണ്. തിരിച്ചും അങ്ങനെ തന്നെ. എല്ലാം പരസ്പര പൂരകങ്ങളായിട്ട് ദൈവം നിർമ്മിച്ചിരിക്കുന്ന പോലെ നമ്മുടെ ജീവിതങ്ങളും ധന്യമായി തീരട്ടെ. ആ ക്രൂശിലേക്ക് നമുക്ക് നോക്കാം. നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ തന്ന് മറുവിലയായി തീർന്ന് നമ്മൾ വീണ്ടെടുത്ത പുത്രൻ്റെ ആ സ്നേഹത്തിൽ നമുക്ക് ആശ്രയിക്കാം. സ്നേഹവാനായ ദൈവമേ, നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കുവാനാണ് നീ ക്രൂശ് ഞങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്നതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ പാപശാപ രോഗങ്ങളെല്ലാം ചുമന്നൊഴിച്ച ദൈവത്തിൻ്റെ കുഞ്ഞാടെ ഞങ്ങൾ ആ ക്രൂശിൻ ചൂട്ടിലേക്ക് വരുന്നു. ഞങ്ങളവിടെ ഒരു പ്ലസ് പോയിൻ്റ് കാണുന്നു. അപ്പോൾ ആ ക്രൂശ് എന്ന് പറയുന്നത് ജീവിതത്തിന് മൈനസ് എല്ലാം മാറ്റി പ്ലസ്സാക്കി തീർക്കുന്നതാണെന്നുള്ള വലിയ സത്യം ഞങ്ങളുടെ ജീവിതത്തിൽ തുടർന്ന് അനുഭവിക്കാൻ കൃപ തരണമേ. എല്ലാം ഞങ്ങളുടെ ആത്മശരീര മനസ്സുകളെ നിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ബലഹീനതകളെ, ഞങ്ങളുടെ കുറവുകളെ, ന്യൂനതകളെ എല്ലാം അകറ്റുന്ന അതിൻ്റെ പൂർണ്ണതയിലേക്ക് സമ്പൂർണ്ണമായ അനുഗ്രഹത്തിൻ്റെ അനുഭവം ഞങ്ങൾക്ക് തരണമേ. ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുമെന്നുള്ളതിന് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. മുഖത്തോടത്തേക്ക് മാത്രം ഉന്നയിക്കും തന്നെ. ആമേൻ.